നമസ്കാരം സാർ. ഷീല ദീക്ഷിതിനും സുഷമ സ്വരാജിനും ശേഷം ഡൽഹിയിലേക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയാകാൻ പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത 5 മാസം കൂടി മാത്രമാണ് അവിടെ ഇനി ഈ ഒരു മന്ത്രിസഭയ്ക്ക് കാലാവധിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിഷി മർലേനയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാൾ നിർദ്ദേശിച്ചതിലൂടെ ഡൽഹി രാഷ്ട്രീയത്തിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? അത് അതിഷി മുഖ്യമന്ത്രിയായി വരുന്നത് നല്ലത് തന്നെ. കാരണം അവരൊരു സ്ത്രീയാണ്. രണ്ടാമത്തെ ഡൽഹി ഭരിക്കാൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തത് നല്ല കാര്യം. അവരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നീലക്കുറുക്കന്റെ ബുദ്ധി അത് ഒട്ടും ശ്ലാഘനീയമല്ല. എന്നുകൊണ്ടെന്നാൽ ഈ ഒരു തീരുമാനമെടുത്തത് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ. അഴിമതിക്കാരെ എല്ലാം പിടിച്ച് തിഹാർ ജയിലിലാക്കും എന്ന് പറഞ്ഞ അദ്ദേഹം അഴിമതിയുടെ പേരിൽ തന്നെ തിഹാർ ജയിലിൽ കഴിയേണ്ടി. ആ തിഹാർ ജയിലിൽ കഴിയേണ്ടി വന്നതിന് പിന്നിലുള്ള കൗശലം, അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അദ്ദേഹം കാണിച്ച കൗശലമാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സംഭാഷണങ്ങൾ അടങ്ങിയ 70 മൊബൈൽ ഫോണുകൾ മുഴുവൻ അപ്പാടെ നശിപ്പിച്ചു കളഞ്ഞു. അത്തരം ഒരു മുഖ്യമന്ത്രി, അത്രയുണ്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധത. എന്നിട്ട് ജയിലിൽ പോയി കിടന്നപ്പോൾ അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി അദ്ദേഹത്തിന് അല്പം ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അതുകൂടാതെ ഷുഗർ കൂട്ടാൻ വേണ്ടി തനിക്ക് പായസവും മാമ്പഴവും ഒക്കെ ദിവസവും തന്നുകൊള്ളണമെന്ന് അദ്ദേഹം പ്രത്യേക അനുമതി വാങ്ങി വീട്ടിൽ നിന്ന് ആഹാരം വാങ്ങാൻ അനുമതി നേടിയിരുന്നു ഭാര്യയോട് ആവശ്യം. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ CBIക്ക് ആശങ്ക വന്നതിനെ തുടർന്നാണ് ആ കാര്യം നടത്തിയത്. എന്നിട്ട് എനിക്കെതിരെ തെളിവുകൾ എവിടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഇതിൽ നിന്ന് ഏതാണ്ട് 100 കോടി രൂപ വാങ്ങുകയും ഗോവയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിനും മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം ഒരു കണ്ണാടി മാളിക തന്നെ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ട ചൂൽ ചിഹ്നമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പേരിൽ, മുഖ്യമന്ത്രിയുടെ പേരിൽ അവരൊരു കണ്ണാടി മാളിക തന്നെ, ശീഷ് മഹൽ എന്നാണ് അത് അറിയപ്പെടുന്നത്, അവിടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായി നിർമ്മിക്കുകയും ചെയ്തു. അപ്പൊ പാവങ്ങളുടെ ഒരു സർക്കാരിൽ നിന്ന് ജനങ്ങൾ ഇതൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത്? ഭരണം മുഴുവൻ കുളമാണ്. ആ ഒരു അവസരത്തിലാണ് അദ്ദേഹം ജയിലിൽ പോയി സുഖവാസം നടത്തിയത്. അപ്പോഴും ഭരണം വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ജനങ്ങൾ മറിഞ്ഞു. അത്രമാത്രം അരക്ഷിതാവസ്ഥയിലേക്ക് ജനങ്ങൾ പോയി. കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ ആശുപത്രിയിൽ കിടന്നു മരിച്ചു. അവിടെ തന്നെ IAS ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓക്സിജൻ കിട്ടാതെ അവിടെ മരിച്ചു. അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ നടന്ന ഒരു ഭൂമിയായിട്ട് ഐശ്വര്യമുള്ള രാജ്യ തലസ്ഥാനത്തെ അദ്ദേഹം മാറ്റി. അതാണ് അദ്ദേഹത്തിന്റെ നേട്ടം. അപ്പൊ അദ്ദേഹം അന്നൊന്നും രാജിവെച്ചില്ല. ധാർമ്മികമായിട്ടുള്ള ആളായിരുന്നുവെങ്കിൽ, ധാർമ്മികതയുടെ അല്പമെങ്കിലും ഉള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം രാജിവെച്ചെന്നേ പോകേണ്ടതാണ്. പകരം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് മരിച്ചു. അതാണ് ചെയ്തത്. എന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചത്, മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ അതിഷിയെ തന്നെയാണ്. ആ അതിഷി തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഒരു നീലക്കുറുക്കനായിരുന്നു അദ്ദേഹം. കാട്ടിലെ ഏതോ പെയിന്റ് പാത്രത്തിൽ മുങ്ങിയതിന്റെ ഫലമായിട്ട് നിറം മാറി വന്ന കുറുക്കൻ ഏതോ അത്ഭുത ജീവിയാണെന്ന് കരുതി ജനങ്ങളെല്ലാം കൂടി അവരുടെ രാജാവായിട്ട്, ജനങ്ങളല്ല മൃഗങ്ങളെല്ലാം കൂടി വനരാജാവായിട്ട് വെച്ചു. ഇങ്ങനെ രാജാവായിട്ട് വാണ വിലസുന്ന കാലം ഒരു ദിവസം പെട്ടെന്ന് കുറുക്കന്മാരുടെ ഓരിയിടിയിൽ ദൂരെ നിന്ന് കേട്ടു. അതിനെ തുടർന്ന് ഈ കുറുക്കനും നീലക്കുറുക്കനും ഉപചിട്ടു. അപ്പൊ തനി നിറം വ്യക്തമായി എന്ന് പറയുന്നത് പോലെയാണ് ഡൽഹി ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ ആദർശ ശുദ്ധിയും സത്യസന്ധതയും എത്രമാത്രം വ്യക്തമായി. കൗശലക്കാരനാണ്. ആ കൗശലക്കാരനായതുകൊണ്ടാണ് ഇപ്പോൾ 6 മാസം മുമ്പേ വെക്കേണ്ട രാജി ഇപ്പോൾ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും AAP വരികയില്ല എന്നുള്ളൊരു ആശങ്ക കൊണ്ട് താനൊരു ബലിയാടായി മാറാൻ, അതിന്റെ സിമ്പതി വേവിൽ ജയിക്കാൻ ഉള്ള തന്ത്രമാണ്. എന്തെന്നാൽ കഴിഞ്ഞ തവണ ഡൽഹിയിലെ 7 സീറ്റുകളിലും ജയിച്ചത്, പാർലമെന്റ് സീറ്റുകളിലും ജയിച്ചത് BJP ആണ്. AAPക്ക് ഒരു സീറ്റ് പോലും അവിടെ കിട്ടിയില്ല. AAPയും കോൺഗ്രസും കൂടെ അവിടെ ഐക്യമുണ്ടാക്കി, ഇന്ത്യ ഐക്യത്തിന്റെ ഭാഗമായി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി. ഈ പ്രാവശ്യം അവർ രണ്ടും കൂടെ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് രാജിവെക്കാമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കോൺഗ്രസ് തന്നെ എതിർത്തിരിക്കുകയും അത് കൗശലമാണെന്ന് അവർ തന്നെ പറയുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ജയിക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നവംബറിൽ തന്നെ നടത്തണം.
അപ്പൊ ഈ സിമ്പതി വേവി, അയ്യോ ഞങ്ങളുടെ രാജിവെച്ച മുഖ്യമന്ത്രി എന്നൊരു സിമ്പതി കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും ഡൽഹിയിലെ സത്യസന്ധരായ ജനങ്ങൾ എന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതും ചിലപ്പോൾ പാടുന്ന ലക്ഷണമാണ്. അതീഷി എന്ന് പറയുന്ന ആള് തന്നെ മുഖ്യമന്ത്രിയായ സന്തോഷകരം. സുനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി, ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കി വെച്ചതുപോലെ ഒരു കുടുംബവാഴ്ച തുടരാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നതും അദ്ദേഹത്തിന്റെ കൗശലമാണെങ്കിലും അതിനെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും ഉണ്ട് ഈ സന്ദർഭത്തിൽ. അതുപോലെ മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ചിട്ട് നേരെ ഹരിയാനയിൽ പോയി പ്രചാരണം നടത്തി അവിടെ AAPക്ക് ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ 2 സംസ്ഥാനങ്ങളിൽ അവരുണ്ട്, ഡൽഹിയിലും പഞ്ചാബിലും മുഖ്യമന്ത്രിമാരുണ്ട്. ഇപ്പൊ ഹരിയാന കൂടി പിടിച്ചെടുത്തിട്ട് BJPയെ തോൽപ്പിക്കാനുള്ള ഒരു മസിൽ പവർ ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലത്. പക്ഷെ സത്യസന്ധമായ മാർഗങ്ങളിൽ കൂടി വേണം, കൗശലങ്ങളിൽ കൂടി ആവരുത്, അഴിമതിയിൽ കൂടിയും ആവരുത്. അദ്ദേഹം ജയിൽ മോചിതനായി ശേഷം പറയുന്നത്, ജയിൽ മോചിതനല്ല, അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി സജസ്റ്റ് ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് താൻ ജനങ്ങളുടെ അഗ്നിപരീക്ഷ ജയിച്ച ശേഷം മാത്രമേ ഇനി ആ പദത്തിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പ്രയോഗത്തിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും കയറിപ്പറ്റാൻ കഴിയും, താൻ നിരപരാധിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ അരവിന്ദ് കെജ്രിവാൾ? തീർച്ചയായിട്ടും ഇല്ല. അദ്ദേഹത്തിന് നിവൃത്തിയില്ല, മറ്റു മാർഗങ്ങളും ഇപ്പൊ അടഞ്ഞിരിക്കും. എന്തെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് കയറിയേക്കരുതെന്നാണ് കോടതി പറഞ്ഞത്. താൻ എന്നെ AAPക്കാരൊക്കെ പ്രകടനം നടത്തിയ പറഞ്ഞ അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തു, എന്നാൽ കുറ്റവിമുക്തനാക്കിയിട്ടൊന്നുമില്ല. അദ്ദേഹം കുറ്റവാളി ആയതുകൊണ്ട് തന്നെ, കുറ്റവാളിയായി സംശയിക്കപ്പെടുന്നത് കൊണ്ട് വിചാരണ നടന്നില്ല. അപ്പൊ ഇത്രയും ഒരാളിനെ ജയിലിൽ കടത്താൻ പാടില്ല, വിചാരണ തടവുകാരൻ. അതാണ് കോടതിയുടെ ഒരു നയവും ദർശനവും. അതനുസരിച്ച് വിട്ടെന്നേ ഉള്ളൂ. അല്ലാതെ കുറ്റവിമുക്തനാണ് ഇദ്ദേഹം എന്ന് ഒരു ജഡ്ജിയും പറഞ്ഞിട്ടില്ല. ആ വിചാരണ നേരിടേണ്ടി തന്നെ വരും. പക്ഷെ അവരെല്ലാം വിചാരിച്ചിരിക്കുന്ന കോടതി ഇദ്ദേഹം കുറ്റവിമുക്തനായതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. ജാമ്യം കൊടുത്തത് കണ്ടീഷനിലാണ്, ഉപാധികളോട് കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം പ്രവേശിക്കാൻ പാടില്ലെന്നുള്ള കണ്ടീഷൻ. അപ്പൊ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റും, തന്നിഷ്ടപ്രകാരം അഴിമതി നടത്താൻ പറ്റും. അതിന് അതീഷിയെ തന്നെ ഉപയോഗിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒപ്പിടാൻ വേണ്ടി ഉപയോഗിച്ചേ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു രക്ഷയും ഇല്ലാതെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നാ പിന്നെ ഹരിയാനയിൽ പോയി പ്രചാരണം നടത്തി താരമാകാം, അവിടെ 2 സീറ്റ് കിട്ടുന്നെങ്കിൽ തൽക്കാലം അതീഷിക്ക് ഇത് വിട്ടുകൊടുക്കുക. അതീഷി അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ്, മുഖ്യമന്ത്രിക്ക് പകരം നേരത്തെ ഒപ്പിട്ടുകൊണ്ടിരുന്നത് അതീഷിയാണ്. റിപ്പബ്ലിക് ഡേ സ്വാതന്ത്ര്യ സമര പരേഡ് ഉണ്ടല്ലോ, അതിനെ അഭിവാദ്യം ചെയ്തതും അതീഷിയായിരുന്നു, പതാക ഉയർത്തിയതും ഡൽഹിയിൽ അതീഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ്. പക്ഷെ ഇനിയിപ്പോ ആത്മാത്മയിൽ എന്തൊക്കെ പൊട്ടിത്തെറി ഇതിന്റെ ഫലമായിട്ടുണ്ടാവുമെന്ന് നമ്മൾ കണ്ടറിയണം. കാരണം മുഖ്യമന്ത്രി മോഹികളായിട്ട് 1-2 പേരെങ്കിലും അവിടെ ഇപ്പോഴും ഉണ്ട്. ഒന്നൊരു ദലിതനാണ്. ആ ദലിതനെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ ഒന്നുകൂടി അഭിനന്ദിക്കുമായിരുന്നു. ഇപ്പോൾ ഇനി ഒരു 5 മാസം കൂടിയുള്ളൂ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിഷി മുഖ്യമന്ത്രിയാവുകയും ജനങ്ങളുടെ ഒരു പൂർണ്ണ പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നത് ഒരു വലിയൊരു മത്സരം തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ആയിരിക്കും. ഇപ്പൊ തന്നെ ഡൽഹിയിൽ ഇപ്പൊ സൗജന്യമാണ് സ്ത്രീകൾക്കൊക്കെ യാത്ര. അതുകൊണ്ടാണ് ഈ അഴിമതിയൊക്കെ നടത്തി ഫണ്ടുണ്ടാക്കി ഭരിക്കേണ്ടി വന്നത്. അവർക്ക് ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തിട്ട് അത് എവിടെ, അതിന് ബജറ്റ് വേണ്ടേ, അതിന് തുക വേണ്ടേ, വിഭവ സമാഹരണം വേണ്ടേ? അപ്പൊ അതിന് വേറൊരു തരത്തിൽ പണം ഉണ്ടാക്കിയതാണ് ഈ മദ്യത്തിന്റെ ലൈസൻസ് സാർവത്രികമാക്കിക്കൊണ്ട്. അണ്ണാഹസാരെ അന്നേ പറഞ്ഞ മദ്യത്തിൽ മുക്കരുത് ഡൽഹി. ഇപ്പൊ മദ്യത്തിൽ മുക്കിയിരിക്കുകയാണ്. അതുവഴി കിട്ടിയ പണമൊക്കെ ഉപയോഗിച്ച് കുറച്ച് ഭരണവും കുറച്ച് അഴിമതിയും കുറച്ച് പാർട്ടി പ്രവർത്തനവും നടക്കുന്നുണ്ട്. അതാണിപ്പോ നടക്കുന്നത്. അതിന്റെ തെളിവുകളെല്ലാം മൊബൈലുകളിൽ ഉണ്ടായിരുന്നു, മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവില്ലെങ്കിലും അദ്ദേഹം ഇത് ചെയ്തു തന്നെയാണെന്നുള്ളത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI തെളിയിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്.